ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നല്ല, ആരാധനയും കൂടി പെട്ടതാണ് ഇബാദത്ത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണോ? അല്ല. പക്ഷെ സുജൂദ് നമസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആരെങ്കിലും നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണെന്ന് പറയോ? ഇല്ല. ഒരാളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണ്, വളരെ പ്രധാനപ്പെട്ടത് സുജൂദാണ്, അതുകൊണ്ട് കുറെ സുജൂദ് ചെയ്താൽ അയാളുടെ നിസ്കാരം ശരിയാവോ? ഇങ്ങനെയല്ല, നിസ്കാരം എന്ന് പറയുമ്പോൾ സുജൂദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ന്യായം? അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സുജൂദുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ റുക്കൂഉണ്ട്, ഇഅ്തിദാലുണ്ട്, അത്തഹിയാത്തുണ്ട്, ഫാത്തിഹ ഉണ്ട്, കൈകെട്ടലുണ്ട്, ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ഒപ്പം സുജൂദുമുണ്ട്. അല്ലാതെ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണ് എന്ന് മനസ്സിലാക്കരുത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മളെ പഠിപ്പിച്ചു തരുന്നതും എന്താണ്? നിസ്കാരം എന്ന് പറഞ്ഞാൽ സുജൂദാണെന്ന് പറയുന്നത് പോലെയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ് എന്ന് പറയുന്നത്. ആരാധനയും കൂടിയാണ് ഇബാദത്ത് എന്നേ ഉള്ളൂ. അതിനകത്തെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്.